പി ശ്യാംരാജ്, ഇവിടെ ശ്രീകുമാർ പറയുന്നത് പാർട്ടി മാതൃകാപരമായി പിടിച്ചു പുറത്താക്കിയ ഒരാളാണ്. പക്ഷേ സമാന സ്വഭാവം ചെയ്ത പലരും നിയമസഭയിൽ ഇരിക്കുമ്പോൾ ആ MLA വന്നാൽ പിന്തുണയ്ക്കുന്നത് കൊണ്ട് എന്ത് കുഴപ്പം എന്നാണ് ചോദിക്കുന്നത്. അഥവാ പ്രതിരോധിക്കുന്നത് കൊണ്ട്, അതായത് ആ MLA വരുമ്പോൾ മറുഭാഗത്തുള്ളവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാ നിങ്ങളും സമാനമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തവർ നിങ്ങളുടെ സഭയിലില്ലേ എന്ന് ചൂണ്ടിക്കാണിക്കുന്നതല്ലേ രാഷ്ട്രീയമായ ഉത്തരവാദിത്വം എന്നാണ് ശ്രീകുമാർ ചോദിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം, നിങ്ങളുടെ അഥവാ പാലക്കാട് നിന്നുള്ള ഒരു MLA ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന വെളിപ്പെടുത്തൽ അനുസരിച്ച് നമ്മൾ കേട്ടതിനേക്കാൾ ഗുരുതരമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുമാണ്. ഇപ്പോഴും മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇരേ എന്നാണ് ഇന്ന് പുറത്തു വന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് പി ശ്യാംരാജ്. BJP ആ പ്രതിരോധത്തിൽ നിന്ന് പിന്തിരിയുമോ? അരുൺകുമാർ, ഏത് പ്രതിരോധം? അരുൺകുമാറോട് നോക്കൂ, ഇന്നെന്താണ് കോൺഗ്രസിന്റെ പ്രതിനിധികൾ ചർച്ചയ്ക്ക് വരാത്തത്? അതായത് അവർ ഈ പറയുന്ന ന്യായീകരണം അവർക്ക് ജനങ്ങളെ ബോധിപ്പിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങളോട് ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് മാധ്യമ സ്റ്റുഡിയോകളിൽ ഇരുന്ന് പോലും അവർക്ക് ഇതിനെ ന്യായീകരിക്കാൻ ബോധിപ്പിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതായത് കോൺഗ്രസ്സുകാർക്ക് തന്നെ അറിയാം, ഒന്ന് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ രാജിവെപ്പിക്കാതിരിക്കൽ മാത്രമാണ് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റൂ, പക്ഷേ അത് ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി പറ്റില്ല എന്ന്. അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ അവരുടെ ഈ കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ പ്രതിനിധികൾ നേരിട്ട് വന്ന് ചർച്ചകളിൽ വന്ന് ജനങ്ങളോട് ഇക്കാര്യം ബോധിപ്പിക്കുമായിരുന്നു. ഞാൻ ഈ വിഷയം, രാഹുലിന്റെ വിഷയം ഉണ്ടായപ്പോൾ തൊട്ട് ഇന്നേക്ക് വരെയും കോൺഗ്രസിന്റെ പ്രവർത്തകരും ഇവരുടെ അനുഭാവികളും സഹയാത്രികളും എല്ലാം ഈ ചാനലുകളിൽ വന്നിരുന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഒരു പരാതി ഉയർന്നപ്പോൾ തന്നെ, അല്ലെങ്കിൽ അത്തരമൊരു ആരോപണം ഉയർന്നപ്പോൾ തന്നെ ഞങ്ങൾ നടപടി എടുത്തില്ലെന്ന്. എന്ത് നടപടി എടുത്തെന്ന് ഇവർ പറയുന്നത്? ഇവരുടെ പാർട്ടിയുടെ, ഇവരുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള ചുമതലയിൽ മാറ്റി. ഓക്കെ, അതിനർത്ഥം എന്താണ്? ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നോ, അല്ലെങ്കിൽ തെറ്റ് ചെയ്തു എന്തോ ഇദ്ദേഹം ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു എന്നുള്ളത് പാർട്ടിക്ക് ബോധ്യമായതുകൊണ്ടാണല്ലോ ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള ചുമതലയിൽ ചുമതലയിൽ നിന്ന് മാറ്റിയത്. ഉമാ തോമസ് അടക്കമുള്ള ഇവരുടെ സീനിയർ നേതാക്കന്മാർ അത് പറയുകയും ചെയ്തല്ലോ, ഒരു നിമിഷം പോലും അദ്ദേഹം ഈ ചുമതലയിൽ ഇരിക്കാൻ വേണ്ടി അർഹനല്ല എന്ന്. അപ്പോൾ എന്നിട്ട് ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടിയിലെ സ്ത്രീകൾക്ക് ഒരു സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയത്, ചുമതലയിൽ നിന്ന് മാറ്റിയിട്ടുള്ളത്. അതേ സംരക്ഷണം ഈ നാട്ടിലെ, അതല്ലെങ്കിൽ പാലക്കാട്ടെ സാധാരണ സ്ത്രീകൾക്ക് കൊടുക്കണം എന്നിവരെ കൊണ്ട് തീരുമാനിക്കാൻ വേണ്ടി പറ്റാത്തതാണ്. യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ കോൺഗ്രസിന്റെ പോഷക സംഘടനകൾ, അനേകം പോഷക സംഘടനകളിലെ ഒരു സംഘടനയാണ്. അതിന്റെ ചുമതലയിൽ നിന്ന് അയാൾ അദ്ദേഹത്തെ മാറ്റി നോക്കാൻ നല്ല കാര്യം. അതിലൂടെ യൂത്ത് കോൺഗ്രസിലെ വനിതാ പ്രവർത്തകർക്ക് ഒരു സംരക്ഷണം കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ. പക്ഷേ പാലക്കാട് MLA ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ വരെ നിങ്ങൾ എന്നോട് ചോദ്യത്തിലൂടെ കൂടി കടന്നു പോയാൽ, ഒരു പെൺകുട്ടിക്ക് മാന്യമായിട്ട് സുരക്ഷിതമായിട്ട് MLAയോട് പരാതി പറയാൻ വേണ്ടിയിട്ട് പറ്റുന്ന സാഹചര്യമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെയാണ് അർത്ഥം. അതുകൊണ്ട് ചെയ്യേണ്ടത് പാർട്ടിയുടെ ചുമതലകളിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റലല്ല, MLA എന്നുള്ള അദ്ദേഹത്തിന്റെ പദവിയിൽ നിന്ന് മാറ്റലാണ്. നോക്കൂ, ഈ ആദ്യം തന്നെ ഇദ്ദേഹത്തിന്റെ പേരിൽ വന്നിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്. അതിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്: നിന്നെ കൊല്ലണമെങ്കിൽ വെറുതെ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ എന്നെ കൊണ്ട് സാധിക്കുമല്ലോ. ആ ധാർഷ്ട്യം, ആ ഗർവ്, നിന്നെ കൊന്നാലും എനിക്കൊന്നും സംഭവിക്കില്ല, ഇനി കൊല്ലണമെങ്കിൽ തന്നെ നിന്നെ സെക്കൻഡുകൾക്കുള്ളിൽ എന്നെ കൊണ്ട് കൊല്ലാൻ വേണ്ടി സാധിക്കും എന്ന് പറയുന്ന അഹങ്കാരം ഈ അധികാരത്തിന്റെ അഹങ്കാരമാണെന്ന്, അധികാരത്തിന്റെ ഗർവാണെന്ന്. ഞാൻ MLA ആണ്, ഈ പാർട്ടിയിൽ മുഴുവൻ സ്വാതന്ത്ര്യവും എനിക്കുണ്ട്, എന്നെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് ജൂനിയർ MP, സീനിയർ MP, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകളൊക്കെ ഉണ്ട് എന്നുള്ള ബോധ്യത്തിന്റെ പുറത്താണ് ആ വെല്ലുവിളി അയാളുടെ. അങ്ങനെ ഒരാളെ MLA ആക്കി വെക്കുകയാണ് ചെയ്യേണ്ടത്, അല്ല ആ നിമിഷം അയാളെ പുറത്താക്കാനാണ് ചെയ്യേണ്ടത്. ആ നടപടികൾ കടുത്ത ഭാഷയിൽ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ്? BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ വിഷയത്തിൽ ആര് പറഞ്ഞു ശക്തമായ ഭാഷയിൽ പ്രതിഷേധിക്കുന്നത്? ഇത് പാലക്കാട്ടെ പ്രതിഷേധം മാത്രമായി ഒതുക്കേണ്ട വിഷയമാണോ? ആര് പറഞ്ഞു? ആര് പറഞ്ഞു? നിങ്ങൾ എന്തായി പറഞ്ഞു? നിങ്ങൾ എന്ത് യുക്തിരാഹിത്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നോക്കൂ, ഈ വിഷയത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമരം ചെയ്യുന്നത് ആരാണെന്ന് ഇത് ഞാൻ കൃഷ്ണകുമാറും അതിന്റെ പേരിൽ കൃഷ്ണകുമാർ പണ്ടെങ്ങോ കേസ് ഫയൽ ചെയ്ത് അത് കോടതി തന്നെ വിധിച്ച ഒരു വിധിന്യായം പൊക്കിപ്പിടിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ അടക്കം വന്നു. അങ്ങനെ കൃഷ്ണകുമാർ ആരോപണം നേരിടുന്നു. BJP സംസ്ഥാന നേതൃത്വം തുറന്ന ഒരു പോരാട്ടത്തിന് ഇറങ്ങാത്ത സാഹചര്യം എന്ത്? എന്റെ അരുൺകുമാർ, ഈ കൃഷ്ണകുമാർ ആരാ? BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനല്ലേ? BJPയുടെ സീനിയർ നേതാവല്ലേ? മുൻ ജനറൽ സെക്രട്ടറി അല്ലേ? അത് സംസ്ഥാന നേതൃത്വം അല്ലേ? BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ നേതൃത്വത്തിലല്ലേ അവിടെ സമരം ചെയ്തത്? എല്ലാ ദിവസവും സമരമല്ലേ? ഓരോ ദിവസവും ഞങ്ങളുടെ വിവിധ മോർച്ചകളുടെ നേതൃത്വത്തിൽ അവിടെ സമരമാണ്.
രാഹുലുമായിട്ടുള്ള ബന്ധപ്പെട്ടതിൽ ഇപ്പോഴും തുറന്ന സമരം ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ സമരങ്ങൾ ചെയ്തത് ഞങ്ങളാണെന്ന്. അപ്പൊ അത് ഞങ്ങൾ ഇടപെട്ടില്ലെന്ന് എങ്ങനെ പറയാ? ഇതൊക്കെ ബാലിശമായിട്ടുള്ള വാദങ്ങളല്ലേ? സംസ്ഥാന അധ്യക്ഷൻ എല്ലാ ദിവസവും വന്നിട്ട് നിങ്ങളോട് പത്രസമ്മേളനം വിളിക്കുന്നതാണോ ചെയ്യേണ്ടത്, അതെയോ MLA അവിടെ കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്യാനാണോ വേണ്ടത്? തിരുവനന്തപുരത്ത് ഇരുന്ന് പത്രസമ്മേളനം വിളിക്കുന്നതാണോ നല്ലത്, അതോ MLA എവിടെയാണോ ഉള്ളത് ആ ഇടത്തുപോയിട്ട് അയാൾ സമരം ചെയ്യാനാണോ നല്ലത്? നിങ്ങളിങ്ങനെ ബ്രിജ്ഭൂഷൺ യാദവ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ പീഡകനെന്ന്, പോക്സോ കേസിലടക്കം അകത്തു പോകുന്ന ഒരു കേസിലെ പീഡകനെന്ന് ഇന്ത്യയുടെ തന്നെ തലപ്പൊക്കമുള്ള തിളക്കങ്ങളുമായിട്ട് വന്നത് ഉപേക്ഷിച്ചിട്ട് പോയ ഇവിടുത്തെ മെഡലിസ്റ്റുകൾ പറഞ്ഞിട്ടും ആ നേതാവിനെ സംരക്ഷിക്കുകയായിരുന്നു BJP. ആ നേതാവിനെ സംരക്ഷിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹത്തിനെതിരെയുള്ള പരാതി എന്തായിരുന്നു? ആ പരാതി ഉന്നയിച്ചവരെ ആരാണ് നേരിട്ട് വന്ന് കേട്ടത്? കേന്ദ്ര ആഭ്യന്തരമന്ത്രി നേരിട്ട് വന്ന് മണിക്കൂറുകളോളം കേട്ടില്ലേ? ആരോപണങ്ങൾ അല്ല, ആരോപണങ്ങൾ ഉണ്ടാകുന്ന ഓരോ കേസിനും ഓരോ ലോജിക്ക് ഉണ്ടാവും, അതിന്റെ ഓരോ പിന്നാമ്പുറങ്ങളുണ്ടാവും. അങ്ങനെയെങ്കിൽ റിപ്പോർട്ടർ ചാനലിനെതിരെ ആരോപണങ്ങൾ വന്നിട്ടില്ലേ? ഞാനിപ്പോ ചോദിക്കാം, നിങ്ങൾ എന്നെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ എനിക്ക് ചോദിക്കാൻ വേണ്ടി പറ്റുമോ? നിങ്ങൾ എങ്ങനെയാണ് ധാർമ്മികമായിട്ട് ഈ വിഷയം ഏറ്റെടുക്കുക? നിങ്ങൾ ഒരാൾക്കെതിരെ അതാണ് പ്രശ്നം. ഓരോ നടപടികൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായി. നടപടികൾ നടപടികൾ എടുക്കാൻ നമുക്കറിയാം. പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് നടപടി ഉണ്ടായി. പരാതി തുറന്നു പറഞ്ഞു, ആരാണെന്ന് പറഞ്ഞു, എവിടെ വെച്ചാണെന്ന് പറഞ്ഞു, എന്താണെന്ന് പറഞ്ഞു. ഒന്നല്ല, ഒരുപാട് മെഡലിസ്റ്റുകൾ പറഞ്ഞു. അവർ സമരം ചെയ്തു, പ്രതിഷേധം ചെയ്തു. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി അവർ ബ്രിജ്ഭൂഷണെതിരായിട്ടുള്ള എല്ലാ തെളിവുകളും സമർപ്പിച്ചു. അത്തരം ഒരു തെളിവിന്റെ ഒരു കണികയുണ്ടെങ്കിൽ നടപടിയെടുക്കാൻ എന്താ ബുദ്ധിമുട്ട്? അതല്ല, കേസ് നടക്കുന്നില്ലേ? കുൽഭൂഷൺ യാദവിന് അദ്ദേഹത്തിനെതിരെയുള്ള കേസ് നടക്കുന്നുണ്ട്. ആ കേസിൽ എങ്ങനെയെങ്കിലും പാർട്ടി ഇടപെട്ടിട്ടുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. പരാതിക്കാരെ നേരിട്ട് കേട്ടതാരാണ്? ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ്. ഞാൻ തിരിച്ച് നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിൽ ഒരു മുൻ വനിതാ പ്രവർത്തക ഇവിടെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ഒരു ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഇതുവരെ ഇന്നലെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് വരെ നിങ്ങൾക്കെതിരെ പോസ്റ്റ് ഇട്ടിട്ടും എന്ത് നടപടിയാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്? ഞാൻ ചോദിക്കട്ടെ, ആ പെൺകുട്ടിയെ കേൾക്കാൻ നിങ്ങൾ തയ്യാറാവുമോ? 100%. ആ പെൺകുട്ടി പരാതി പറഞ്ഞ ആളെ പുറത്താക്കാൻ നിങ്ങൾ തയ്യാറാവുമോ? 101%. എന്നിട്ട് എന്താ ചെയ്യാത്തത്? നമ്മളെന്താ ചെയ്യേണ്ടത് പറയൂ. നമ്മുടെ സ്ഥാപനത്തിൽ പുറത്തുപോയ ഒരാളുടെ അഭിപ്രായത്തിൽ ഇവിടെ നിന്നുള്ള മുഴുവൻ തെളിവുകളും, പി ശ്യാംരാജ്, ഈ ചാനലിൽ നിന്നുള്ള മുഴുവൻ തെളിവുകളും, ഇവിടെ നിന്നുള്ള മുഴുവൻ CCTV ദൃശ്യങ്ങളും ഏത് സാഹചര്യത്തിലും പരിശോധിക്കാനുള്ള അവസരമുണ്ട്. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും നമുക്കില്ല. ബ്രിജ്ഭൂഷണെ സംരക്ഷിച്ച് പിടിച്ചതുപോലെ നമ്മൾ സംരക്ഷിച്ച് പിടിക്കില്ല ഒരാളെയും എന്നുള്ളതാണ്. പക്ഷെ അതിനൊരു തെളിവ് വേണം, എവിടെ വെച്ച് നടന്നു എന്നുള്ളത് വേണം, അത്തരം കാര്യങ്ങളൊക്കെ വേണം. അതിന്റെ നടപടി ഇവിടെ നടക്കുന്നുണ്ട്. അതെ, അതുകൊണ്ടാണ് ഈ പറയുന്നത് ശ്യാംരാജ്. നിങ്ങൾക്കതുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. നിങ്ങൾക്കതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇതേ ചോദ്യം ഞാൻ കൃഷ്ണകുമാറിന്റെ പേരിൽ നേരിട്ട് തിരിച്ചു വെക്കാത്തത് ആ കേസ് എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ശ്യാംരാജ്. കൃഷ്ണകുമാറിന്റെ കേസ് എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ശ്യാംരാജ്. എന്നെ പറയാൻ സമ്മതിക്കായിരിക്കില്ലേ? ഇതിനകത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഞാൻ ബ്രിജ്ഭൂഷണെ കുറിച്ച് ചോദിച്ചപ്പോൾ പുള്ളിയത് മനസ്സിലായി. പറയുകയല്ല വേണ്ടത്, നിങ്ങൾ ആ പരാതിക്കാരെ വിളിച്ച് കേൾക്കുകയാണ് വേണ്ടതെന്ന്. ഏത് സമയത്തും കേൾക്കാൻ കഴിയും, എന്ന് അറിയിച്ചിട്ടുണ്ട്. അത് ഫേസ്ബുക്ക് വഴി ഉത്തരവാദിത്വത്തോടുകൂടി ഞാൻ കൈമാറിയിട്ടുണ്ട്. ഇനി അതിന്റെ നിയമപരമായ നടപടികളിലേക്ക് കടക്കും, നിയമപരമായ സംവിധാനങ്ങളിലൂടെയും അതറിയിക്കും. നിങ്ങൾ ഞങ്ങളോട് പറയൂ, നിങ്ങൾ പൊതുജനത്തോട് പറയൂ എന്ന് പറയും. ഇതൊരു ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ? ഇത് ഇത്രയധികം വർത്തമാനങ്ങൾ പറയുന്ന അല്ലെങ്കിൽ സ്ഥാപനത്തിലുള്ള ജനങ്ങളോടുള്ള ഉത്തരവാദിത്വമില്ലേ? അതായത് ആ ഉത്തരവാദിത്വത്തോടുകൂടിയാണ് ഈ പറയുന്നത്. ഒരു തെളിവോ ഏതെങ്കിലും ഒരു വിവരമോ നമുക്ക് രേഖാമൂലമോ അതല്ലാതെയോ നമുക്ക് കിട്ടുന്ന പക്ഷം തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും, ഒരു സംശയമില്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, നോക്കൂ, ഏത് നിമിഷവും കേൾക്കാൻ തയ്യാറാണ് ശ്യാംരാജ് എപ്പോഴും. നിങ്ങളുടെ ന്യായീകരണം. പക്ഷെ നിങ്ങളത് ചെയ്തില്ല. ബ്രിജ്ഭൂഷന്റെ കാര്യത്തിൽ ഇത് സംഭവിച്ചില്ല. അതാണ് ബ്രിജ്ഭൂഷന് അവസാന നിമിഷം വരെയും നിങ്ങൾ സംരക്ഷിച്ചു പിടിച്ചു നിർത്തി ശ്യാംരാജ്. നിങ്ങൾക്ക് രേഖാമൂലമുള്ള പരാതി കിട്ടണം. ആ പരാതിക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യലാണ്. ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് നിങ്ങളെത്തി. നിങ്ങൾക്ക് രേഖാമൂലമുള്ള പരാതി കിട്ടിയെങ്കിലേ നിങ്ങൾ ആക്ട് ചെയ്യൂ.
അരുൺകുമാർ അത് തന്നെയാണ് പറഞ്ഞത്, വാക്കും പ്രവൃത്തിയും അല്ലല്ല, ഒന്നാവണം. അല്ലല്ല, നിങ്ങൾ ഒരു ബ്രിജ്ഭൂഷന്റെ വശത്ത് കാര്യത്തിൽ രേഖാമൂലം സ്ത്രീപക്ഷത്തിന് പരാതി വേണ്ടിയിട്ട്, കിട്ടിയില്ലേ സ്ത്രീകളുടെ ശ്യാംരാജ്? നിലപാടുകൾക്ക് വേണ്ടിയിട്ട് ശ്യാംരാജ്, ബ്രിജ്ഭൂഷന്റെ കാര്യത്തിൽ ഇല്ല, ഇനി ഇല്ല ശ്യാംരാജ്, വേണമെങ്കിൽ ആ കുട്ടി ബ്രിജ്ഭൂഷന്റെ പരാതി കാര്യത്തിൽ പറയട്ടെ, ബ്രിജ്ഭൂഷന്റെ വേണമെങ്കിൽ ആ കാര്യത്തിൽ കുട്ടി പരാതി പറയട്ടെ എന്ന് ബ്രിജ്ഭൂഷന്റെ പറയുന്നത് കാര്യത്തിൽ ആദ്യം 3 ഇരട്ടത്താപ്പാണ്. പെൺകുട്ടികൾ പരാതി നൽകിയില്ലേ? ഇരട്ടത്താപ്പാണ് നിങ്ങൾ കാണിക്കുന്നത്. അല്ല, ആദ്യം രേഖാമൂലം പരാതി നൽകിയില്ലേ ആദ്യം ശ്യാംരാജ്? നിങ്ങൾ അത് ക്ലിയർ ചെയ്യണമെന്ന്. അല്ല, ഇനി താങ്കൾ മറുപടി പറഞ്ഞിട്ട് പോകും. ബ്രിജ്ഭൂഷന്റെ കാര്യത്തിൽ രേഖാമൂലം 3 പരാതികൾ കിട്ടിയിരുന്നു. പിന്നീട് കൂടുതൽ വനിതകൾ വന്ന് വെളിപ്പെടുത്തൽ നടത്തി. എവിടെ വെച്ചാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതിന്റെ അടക്കം മാധ്യമങ്ങളുടെ മുന്നിൽ തന്നെ വെളിപ്പെടുത്തി. എന്നിട്ടും എന്ത് നടപടി സ്വീകരിച്ചു? പറയാലോ അദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾ നടക്കുന്നുണ്ടല്ലോ. ആ കേസുകളിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ മറുവശത്ത് ചോദിക്കുന്നത്, നിങ്ങൾ MP എന്ന നിലയിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തിയോ? രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA എന്ന നിലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് പറയുന്ന പി ശ്യാംരാജ് MP എന്ന നിലയിൽ നിങ്ങൾ ബ്രിജ്ഭൂഷണെ മാറ്റി നിർത്തിയോ? എന്റെ സ്ട്രേറ്റ് ക്വസ്റ്റ്യനാണ്. അതാണ് ഞാൻ പറഞ്ഞത് അരുൺകുമാർ. അത് തന്നെയാണ് എന്റെ ഉത്തരവും വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രി അടക്കമുള്ളവർ ആ പരാതിക്കാരികളെ കേട്ടതുകൊണ്ടും ആ കേട്ടതിന്റെ ബോധ്യത്തിൽ കേസ് മുമ്പോട്ട് പോകുന്നത് കൊണ്ടുമാണ് നടപടി എടുത്തിട്ടുള്ളത്. ഓരോ കേസിനും ഓരോ മെറിറ്റാണെന്ന് അവിടെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഞാൻ വരുന്ന പോയിന്റ് അതാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന രീതിയിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോലുള്ള ഏതെങ്കിലും വിഷയത്തിന് മുമ്പുണ്ടായിട്ടുണ്ടോ? ഇല്ല. കേരളത്തിലെ മാധ്യമങ്ങളുടെ ചരിത്രത്തിൽ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾക്കെതിരെ ഈ ഒരു സമയത്തും നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാധ്യമ സ്ഥാപനത്തിനെതിരെ ഉണ്ടായതുപോലെ ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പോ നിങ്ങൾ ഒരു വശത്ത് മറ്റുള്ളവർ ആക്ഷൻ എടുക്കണമെന്ന് പറയുകയും മറുവശത്ത് പരാതി ഉണ്ടെങ്കിലേ ആക്ഷൻ എടുക്കൂ എന്ന് പറയുന്നതും നിങ്ങളുടെ ശുദ്ധമായിട്ടുള്ള ഇരട്ടത്താപ്പാണ്. ഞാൻ ഡയറക്റ്റ് സംബന്ധിച്ച് അതാണ് എന്റെ ചോദ്യം. കോൺഗ്രസ് പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കി. ബ്രിജ്ഭൂഷൺ യാദവിനെ അദ്ദേഹത്തിന്റെ MP കാലാവധി പൂർത്തിയാക്കുന്നതുവരെ ആ സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചു. ആ നിലയ്ക്ക് BJPക്ക് എന്ത് ധാർമ്മികമായ അവകാശമെന്ന് ഞാൻ ചോദിച്ചുള്ളൂ. തിരിച്ച് ഞാൻ ചോദിക്കട്ടെ, തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ധാർമ്മികത പറയും. ഇവിടെയാണ് പ്രശ്നം. അനുമാർ വെറുതെ നമ്മൾ ഈ കവലപ്രസംഗം നിങ്ങൾക്ക് എന്റെ ചോദ്യത്തിന് മറുപടി ബ്രിജ്ഭൂഷന്റെ കാര്യത്തിൽ എന്ത് നടപടി എടുത്തു എന്ന് ചോദിച്ചാൽ നിങ്ങൾ തിരിച്ചുള്ള ഈ ചോദ്യമാണോ നിങ്ങളുടെ കയ്യിലുള്ളൂ? എങ്കിൽ ആ ചോദ്യത്തിനുള്ള ആവർത്തിച്ചുള്ള ചോദ്യം ഇതാണെന്നേ. ഇപ്പൊ എന്തുകൊണ്ടാണ് സി കൃഷ്ണകുമാറിന്റെ കാര്യത്തിൽ ഞാൻ തന്നെ എടുത്ത നിലപാട് എന്താണെന്ന് അറിയാമോ? ഞാൻ ആ കേസ് നേരിട്ടതാണ്. ആ കേസിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഞാൻ എടുത്ത നിലപാട് സിവിൽ കേസാണെന്നും ക്രിമിനൽ കേസാണെന്നുമാണ്. ഒരു ആരോപണം ഉന്നയിച്ചതുകൊണ്ട് മാത്രം ഒരാളെ നമുക്ക് പ്രതിചേർക്കാൻ കഴിയില്ല. പക്ഷെ അതിനുള്ള തെളിവുകൾ വേണം. ഇവിടെ തെളിവുകൾ ശബ്ദരേഖയായി വരുന്നു. പറ്റാത്ത സാഹചര്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് പോലും നിങ്ങൾ തയ്യാറല്ലെങ്കിൽ അല്ല, എന്റെ ചോദ്യം ഇതാണ്, ബ്രിജ്ഭൂഷണെതിരെ നിങ്ങൾ നടപടി എടുത്തോ ഇല്ലയോ? MP സ്ഥാനത്ത് തുടർന്നോ ഇല്ലയോ? ഒറ്റ ചോദ്യമുള്ളൂ. നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ബ്രിജ്ഭൂഷണെ MP സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചോ ഇല്ലയോ? അങ്ങനെയാണെങ്കിൽ MLA സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്നത് കൊണ്ട് എന്ത് തെറ്റ്? ഞാൻ ചോദിക്കുന്ന അങ്ങോട്ട് കേൾക്ക്. നിങ്ങൾ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിയിട്ട് കാര്യമില്ലെന്ന്. നിങ്ങൾ റീസണബിളായ ഒരു ചോദ്യമല്ലേ ചോദിക്കുന്നത്? പേരെടുത്തു പറഞ്ഞു ബ്രിജ്ഭൂഷൺ യാദവിന്റെ പേരെടുത്തു പറഞ്ഞു. താങ്കൾ പറയും ബ്രിജ്ഭൂഷൺ യാദവിന്റെ പേരെടുത്തു പറഞ്ഞ് പരാതി നൽകിയിട്ടും MP സ്ഥാനത്ത് അദ്ദേഹത്തെ തുടരാൻ അനുവദിച്ചത് എന്തുകൊണ്ട്? ആർക്കെതിരെയാണ് പരാതി? താങ്കൾ പറയും, പേര് പറയും. ശ്യാം പറയൂ, ആർക്കെതിരെയാ പരാതി? ശരി, ശ്യാം പറയൂ, ആർക്കെതിരെയാ പരാതി? പറയൂ, ആർക്കെതിരെയാ പരാതി? ഞാൻ അങ്ങോട്ട് പറയുന്നു ബ്രിജ്ഭൂഷണെതിരെയാണ് പരാതി. ശ്യാം പറയൂ, ആർക്കെതിരെയാണ് പരാതി? ഞാൻ ചോദിക്കട്ടെ അരുൺകുമാർ, നിങ്ങൾ കുറെ നേരമായിട്ട് പറയല്ലേ, ഞാൻ പറയട്ടെന്ന്. നിങ്ങൾ പറയില്ല. നിങ്ങൾ എനിക്ക് ഇവിടെ ഈ സ്ഥാപനത്തിൽ വന്നിരുന്ന് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ബ്രിജ്ഭൂഷണെ കുറിച്ച് ചോദിച്ചപ്പോ അത് വഴിതിരിച്ചു വിടാൻ ചോദിക്കുമ്പോൾ എന്റെ ചോദ്യം ഇതാണ്, ശ്യാംരാജിന് അറിയാമോ? പറയൂ, ശ്യാംരാജിന് അറിയാമോ? പറയൂ, ആരാണ് അയാൾ? എന്റെ ചോദ്യം അല്ലല്ല, നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം തന്നാണ് അരുൺകുമാർ. അല്ല, ആരാണ് അയാൾ? അത് പറയൂ, നടപടിയെടുക്കാം. താങ്കൾ പറയൂ, ആരാണ് അയാൾ? ചർച്ചയല്ലേ? താങ്കൾ പറയൂ, ശ്യാംരാജ് പറയൂ, ആരാണ് അയാൾ? റേഡിയോ അല്ലല്ലോ, ചർച്ചയല്ലേ? ഞാൻ അങ്ങോട്ട് പറയട്ടെ. പറയൂ, ആരാണ് അയാൾ? ഞാൻ പറയട്ടെ. ഞാൻ കൊണ്ടുപോയിക്കോ. ഒരു വ്യക്തി
ഒരു വ്യക്തി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആ വ്യക്തിയുടെ പല ഫേസ്ബുക്ക് പോസ്റ്റുകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കലാണ്. ആ വ്യക്തി പറയുന്നു, പി ശ്യാംരാജ് നോക്കൂ, അവ്യക്തമായി പറഞ്ഞു പോകലല്ല, വ്യക്തമായി ഒരു MP-യുടെ പേര് പറഞ്ഞതിനു ശേഷം ആ MP-യെ ആ സ്ഥാനത്ത് തുടർന്ന് ബ്രിജ്ഭൂഷൺ യാദവിനെ ആ സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചത് BJP. MLA-മാർ ആ മെഡലുകളെല്ലാം കൊണ്ടുവന്ന് സമർപ്പിച്ചതിനു ശേഷവും ആ MP സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചത് ബ്രിജ്ഭൂഷൺ യാദവ് എന്ന MP-യെ സംരക്ഷിച്ചത് BJP. അത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വാസ്തവം. ആ വാസ്തവത്തെ നിങ്ങൾക്ക് ഒരു കണക്കിനും മറച്ചു പിടിക്കാൻ കഴിയില്ല. അവിടെയാണ് നിങ്ങളുടെ പ്രതിരോധം ദുർബലമാകുന്നു. എന്തുകൊണ്ടാണ് സംസ്ഥാന നേതൃത്വം പ്രതികരിക്കാത്തതെന്ന ചോദ്യത്തിന്റെ മറുപടി കിടക്കുന്നത് അവിടെയാ. അവിടെ രാഷ്ട്രീയമായ ചോദ്യം BJP നേരിടേണ്ടി വരും. പി ശ്യാംരാജ്, രാഷ്ട്രീയമായ ചോദ്യങ്ങൾ ശ്യാംരാജ് നേരിടേണ്ടി വരും. ശ്യാംരാജ്, പെൺകുട്ടിയെ വിളിച്ചൊരു പരാതി എഴുതി മേടിക്കാൻ വേണ്ടി പോലും പറ്റാത്ത നിങ്ങൾ, ഞങ്ങളോ എപ്പോഴാണ് പറ്റില്ല എന്ന് പറഞ്ഞത്? ശ്യാംരാജ്, 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 നമ്മൾ എടുത്ത നടപടി കേക്കു ഒച്ചപ്പാടല്ല. എന്റെ ചോദ്യത്തിന് താങ്കൾ ഉത്തരം പറയുന്നില്ലല്ലോ ശ്യാംരാജ്. എന്റെ ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ലല്ലോ. ബ്രിജ്ഭൂഷൺ യാദവിനെ MP ആയി പരാതി രേഖാമൂലം കിട്ടിയിട്ടും നിങ്ങൾ തുടരാൻ അനുവദിച്ചോ ഇല്ലയോ? നിങ്ങൾ വിഷയം മാറ്റുന്ന എന്റെ സ്ട്രൈറ്റ് ക്വസ്റ്റ്യനാ. ബ്രിജ്ഭൂഷൺ യാദവിനെതിരെ രേഖാമൂലം പരാതി കിട്ടിയിട്ടും നടപടി എടുത്തോ ഇല്ലയോ? റിപ്പോർട്ടർ ചാനലിൽ ജോലി നിങ്ങൾ രേഖാമൂലം, എന്റെ സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ താങ്കൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണോ പി ശ്യാംരാജ് താങ്കൾ ഇങ്ങനെ റിപ്പോർട്ടർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? താങ്കൾ ഇനി എത്ര തവണ റിപ്പോർട്ടർ എന്ന് പറഞ്ഞാലും ഈ ചോദ്യം താങ്കളോട് ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. ബ്രിജ്ഭൂഷൺ യാദവിനെതിരെ രേഖാമൂലം പരാതി കിട്ടിയിട്ടും അവിടെ MP സ്ഥാനത്ത് അദ്ദേഹത്തെ തുടരാൻ അനുവദിച്ചത് എന്തുകൊണ്ട്? നിങ്ങൾ വിഷമിക്കല്ല. എന്തുകൊണ്ട്? എന്റെ ചോദ്യം നിങ്ങൾ അപ്പൊ ഉത്തരവില്ല. ഉത്തരവില്ല. പി ശ്യാംരാജിന് ഉത്തരം ഉണ്ടെങ്കിൽ പറയൂ. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കും നിങ്ങൾ. അല്ലെ, ഇതിന് ഉത്തരം പറയൂ. രേഖാമൂലം പരാതി, രേഖാമൂലം പരാതി പേരെടുത്തു പറഞ്ഞ് ഒരു BJP MP-ക്കെതിരെ വന്നിട്ടും നടപടി എടുക്കാഞ്ഞത് എന്തുകൊണ്ട്? നിങ്ങൾക്ക് രേഖാമൂലം പരാതി വന്നെങ്കിലേ അല്ല, അവിടെ രേഖാമൂലം പരാതി ഉണ്ട് ബ്രിജ്ഭൂഷന്റെ കാര്യത്തിൽ. അവിടെ സമാനമായ അവസ്ഥയല്ല. ബ്രിജ്ഭൂഷൺ യാദവിന്റെ കാര്യത്തിൽ രേഖാമൂലം ഒന്നിലധികം പേര് പരാതി നൽകി. ശ്യാംരാജ്, താങ്കൾ എത്രത്തോളം പറഞ്ഞുകൊണ്ടിരിക്കുന്നോ അത്രത്തോളം താങ്കൾ എക്സ്പോസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ശ്യാംരാജ്. അല്ല, ഇതാണ് എന്റെ സാഹചര്യം. നോക്കൂ, വളരെ കൃത്യമായി പറയാം, വളരെ കൃത്യമായി പറയാം. പി ശ്യാംരാജ്, മറുപടി പറ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനത്ത് നിന്നും രാജിവെപ്പിക്കാൻ നടക്കുന്ന BJP-യുടെ ശ്യാംരാജിന് ഈ ഫ്ലോറിൽ മറുപടി പറയാൻ പറ്റുമെങ്കിൽ പറ. MP എന്ന നിലയിൽ ആരോപണമല്ല, MP എന്ന നിലയിൽ രേഖാമൂലമായ പരാതി കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് ബ്രിജ്ഭൂഷണെ നിങ്ങൾ MP സ്ഥാനത്ത് നിർത്തിയത്? ഒറ്റ ചോദ്യമേ ഉള്ളൂ. എന്താണ് ശ്യാംരാജ്? ഇത് കേരളം കണ്ടോണ്ടിരിക്കുകയല്ലേ? എന്റെ ചോദ്യം നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങൾക്ക് എന്റെ ചോദ്യം കേൾക്കണ്ട. നിങ്ങൾക്ക് എന്റെ ചോദ്യമേ കേൾക്കണ്ട. എന്താണ് ആ ചോദ്യത്തിന് മറുപടി പറയൂ. രാഹുൽ മാങ്കൂട്ടത്തിനെ MLA സ്ഥാനത്ത് നിന്നും രാജിവെക്കണം എന്ന് പറയുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനേക്കാൾ വലിയ ആരോപണം, ഗുരുതരമായ ആരോപണം, ഒന്നിലധികം അത്ലറ്റുകൾ രേഖാമൂലം പരാതി നൽകിയിട്ടും ബ്രിജ്ഭൂഷൺ യാദവിനെതിരെ MP സ്ഥാനത്ത് തുടരാനുള്ള അനുവാദം നിങ്ങൾ കൊടുത്തത്, MP സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചത്? സ്ട്രേറ്റ് ചോദ്യമാണ്. അതിന് മറുപടി പറയും. അതിന്റെ ഉത്തരം നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്താൽ 2 മിനിറ്റ് മുമ്പ് കിട്ടും. മറുചോദ്യം അതല്ല. എന്താ മറുപടി? MP സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ളതിന് മറുപടി എന്താ പറയൂ. MP സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചത് എന്തുകൊണ്ടാണെന്നുള്ളതിന് മറുപടി പറയൂ. ചോദ്യം നേരിടാൻ പേടിയുണ്ടോ നിങ്ങൾക്ക്? ആ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ പറഞ്ഞു. താങ്കളുടെ, എനിക്ക് കേൾക്കേണ്ടത് താങ്കളുടെ ഉത്തരവാണ്. എന്ത് പേടി? താങ്കൾ പറയൂ, ആ പേര് പറയൂ. ഞാനത് താങ്കളെ അതുകൊണ്ടാണ് ശ്യാം ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്. താങ്കൾക്കറിയാമെങ്കിൽ താങ്കൾ പറയൂ ആരാണ്. പക്ഷെ എനിക്കറിയാവുന്ന പേര് ഞാൻ പറഞ്ഞു. അത് ബ്രിജ്ഭൂഷൺ യാദവ്. പരാതിയുണ്ടോ? പരാതിയുണ്ട്. രേഖയുണ്ടോ? രേഖയുണ്ട്. അപ്പോഴും MP സ്ഥാനത്ത് തുടർന്നു. മറുപടി ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ശ്യാംരാജിന് മറുപടിയില്ല, ആ അർത്ഥത്തിൽ മറുപടിയില്ല എന്നുള്ളതാണ്. നിർഭാഗ്യകരമാണ്. ഈ ചോദ്യത്തിന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ വന്നിട്ട് ദുർബലമാകുന്നത് വളരെ കഷ്ടമാണ്. നമുക്കൊരു ചെറിയ ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. Debate with Dr. Arun Kumar.